പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ കിഷ്കിന്ത കാണ്ഡു എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറി. ഓണം നാൾ മുതൽ ഇന്നത്തെ വിജയകരമായിട്ടുള്ള 19 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ 19ാം ദിവസം ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കക്ഷി അമ്നിപിള്ള എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിന് ശേഷം രഞ്ജിത്ത് അയ്യത്താൻ ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമാക്കി ഡയറക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ത കാണ്ഡു എന്ന് പറയുന്ന സിനിമ. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച ചിത്രം സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം റിലീസായിട്ട് തിയേറ്ററിലെത്തി. ഇപ്പോൾ ചിത്രം വിജയകരമായിട്ടുള്ള 19 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 70 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷനാണ് മൂന്നാം തിങ്കളാഴ്ച, അതായത് 19ാം ദിവസം വർക്കിംഗ് ഡേയിൽ സ്വന്തമാക്കാൻ സാധിക്കുക. എന്തൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. റീസെന്റ് ആസിഫ് അലി ചിത്രങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കിഷ്കിന്ത കാണ്ഡു എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ചിത്രം 65 കോടി രൂപ നേടിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളക്ഷനോട് ഉൾപ്പെടുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ 66 കോടിക്ക് മുകളിൽ പോകുന്നതാണ്. ഒരുപക്ഷെ ഫൈനൽ കളക്ഷൻ ചിത്രം 75 കോടി വരെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. 5 കോടിക്ക് താഴെ ബഡ്ജറ്റ് വന്ന ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ലാഭം കിട്ടിയ സിനിമകളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഇനിയും വരും ദിവസങ്ങളിൽ മികച്ച വിജയമായിട്ടും മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആസിഫ് അലി ചിത്രമായ കിഷ്കിന്ത കാണ്ഡു എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.